പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ താളങ്ങളൊക്കെ തെറ്റി, പല പല തിരക്കുകൾ, പല പല കാരണങ്ങൾ മൂലം ഞായറാഴ്ച രാവിലെ തൊട്ട് വൈകുന്നേരം ഒരു 10-11 മണി വരെ ഞങ്ങൾ ബിസി ആയിരുന്നു. ചില സ്ഥലത്തേക്ക് പോകാണ്ടായിരുന്നു, ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഇടയിലൊരു തുണ്ട് പോലും ഗ്യാപ്പ് കിട്ടിയില്ല വീഡിയോ എടുക്കാൻ. പിന്നെ വിചാരിക്കും മുന്നേ എടുത്ത് വെക്കണം എന്നൊക്കെ, അത് വിചാരിക്കൽ തന്നെയുള്ളൂ, അതും നടക്കാറില്ല. അപ്പോൾ വായിക്കുന്നു. അടുത്ത ആഴ്ച തൊട്ട് നമുക്ക് ഞായറാഴ്ചകളിൽ തന്നെ ഇടാൻ ശ്രമിക്കട്ടെ പരമാവധി. ആദ്യത്തെ കമൻറ്റ് സതീദേവി: ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് വീഡിയോ നോക്കുമ്പോൾ അജൂസ് വേൾഡ് കണ്ടില്ലെങ്കിൽ ഒരു സമാധാനവുമില്ല. നിങ്ങൾ എന്ത് തേങ്ങിയിട്ടാലും കുഴപ്പമില്ല. അജു എന്തിനാ ഇങ്ങനെ കാന്താരി കടിച്ച് പരീക്ഷിക്കുന്നേ? മുളക് എപ്പോഴും എരിവല്ലേ? നിങ്ങൾ എപ്പോഴും ഇങ്ങനെ എനർജറ്റിക്കായി ഇരിക്കട്ടെ. കാക്കയ്ക്കും കിളികൾക്കും വീട് ഒഴിഞ്ഞു കൊടുത്ത നിങ്ങളുടെ മനസ്സിന് അഭിനന്ദനം. അജുവിന് ഇടയ്ക്ക് ഒരു ചെറിയ പെടയുടെ ആവശ്യമുണ്ട്, അനാവശ്യമായ വാശിക്ക്. ഒരുപാട് ഇഷ്ടം. അങ്ങനെ അടുത്തത് ജീജ ആൻ്റണി, അല്ല ജിജി ആൻ്റണി. ഞങ്ങളുടെ ചെറുപ്പത്തിൽ മഴ പെയ്തിട്ട് സ്കൂൾ മുടക്കമില്ല. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കുരേച്ചർ സെൻറ്റ് പോൾ സ്കൂൾ വീണ് 10 കുട്ടികൾ മരിച്ചത് ഓർമ്മയുണ്ട്. അത് ആ സമയത്ത് ഞാൻ 7ലാണ് പഠിക്കുന്നുണ്ട്. എൻ്റെ ക്ലാസ് ടീച്ചറുടെ മക്കൾ ആ അപകടത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നു, പരിക്കേറ്റു. എനിക്ക് ഓർമ്മയുണ്ട്, ടീച്ചർ ഇവിടുന്ന് സ്കൂളിൽ നിന്ന് ഓടിയ ഓട്ടം കുരീച്ചറെ സ്കൂളിലേക്ക്. നമ്മുടെ മക്കൾ പഠിക്കണ സ്കൂള് വീണു എന്ന് കേൾക്കണു സ്കൂൾ ടൈമിൽ. ആ സമയത്ത് ഒരു 3-3:30 സമയത്താന്ന് തോന്നുന്നത്. 1982 തോന്നുന്നു, 82 തോന്നുന്നു എൻ്റെ ഓർമ്മ. അത് 82-81 ടീച്ചറുടെ കുട്ടികൾക്ക് അവർക്ക് കൈ കൊടിഞ്ഞു തോന്നുന്നു. കുറച്ച് പേര് 2 ആൺപിള്ളേരാണ്, 2 ആൺപിള്ളേരും പഠിക്കുന്നത് അവിടെയായിരുന്നു. എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. അടുത്തത് ഉമാ മുരളി: സരിതയുടെ പോലെ ഇത്ര ഓപ്പണായി പറയുന്ന ഒരാളെയും കണ്ടിട്ടില്ല. താങ്ക് യു. അത് പ്രേമേട്ടനും ജയന്തേശുമൊക്കെ എന്നോട് എപ്പോഴും പറയാറുണ്ട്. എൻ്റെ ഏറ്റവും വളരെ അവരെ ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ക്വാളിറ്റി ഇതാണ്. ഉള്ള കാര്യം പറയും, ഒരു പേടിയില്ല. അത് ആരെടുത്തായാലും പറ്റാത്ത കാര്യമാണോ അപ്പം തന്നെ അത് പറയും. ഇഷ്ടപ്പെട്ടില്ല അതെങ്ങനെ പറയാൻ പറ്റണേ? ഇപ്പം ഞങ്ങളും വിചാരിക്കും അങ്ങനെ പറയണമെന്ന്, പക്ഷെ പറ്റില്ല. സാധാരണ കണ്ടത് പറഞ്ഞാൽ കഞ്ഞിയില്ല എന്നാണല്ലോ. അങ്ങനെ നമ്മൾ തുറന്ന് ഒരാളെ മുഖത്ത് നോക്കിയുള്ള കാര്യം പറയണവരെ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. ആളുകളുടെ ഇഷ്ടം എന്താണെന്ന് നമുക്കറിയാം. എങ്ങനെ നിന്നാൽ ആളുകൾ ഇഷ്ടപ്പെടും എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അത് മാറ്റണേ. നമ്മള് ഭയങ്കര പാവത്താനായിട്ട് അഭിനയിച്ച് അങ്ങനെ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. വീഡിയോ എഡിറ്റിംഗുള്ളിടത്തോളം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ആളുകളെ പറ്റിക്കാം, എങ്ങനെ വേണമെങ്കിൽ പറ്റിക്കാം. നമുക്കത് അനുഭവം ഉള്ളതാണ്. നമ്മളുടെ ചാനലല്ല, വേറെ ചാനലുകളിൽ. അപ്പം നമുക്കത് എന്തിനാ ഇനി പോണത്? കാരണം നമ്മൾ ഈ ചാനൽ കൊണ്ട് നടക്കുന്നത് നേരം പോക്കിന്, വെറുതെ തമാശയ്ക്കോ അല്ലെങ്കിൽ അങ്ങനെ ഇതല്ല. നമ്മളുടെ വരുമാനം നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ ജീവിക്കണത്. അപ്പം നിങ്ങൾ ഓരോരുത്തരുമാണ് ശരിക്കും നമ്മൾക്ക് ഈ വരുമാനം തരുന്നവർ. അങ്ങനെയുള്ളവരെ നമ്മൾ പറ്റിക്കാൻ പാടുണ്ടോ? നമ്മൾ അതന്നെ, നമ്മൾ ഒരിക്കലും ചതിക്കാൻ പാടില്ല. അയ്യോ, അപ്പൊ അത് നമ്മളുള്ള കാര്യം നമ്മൾ ഇങ്ങനെയാണ്, അതുപോലെ നിൽക്കും. അടുത്തത് മുസ്തഫ അബുദാബി. ഇളനീർ കുടിക്കാൻ ഒരുങ്ങുമ്പോൾ ഞാൻ എന്നും അനിലൻ ചേട്ടന്റെ വിഖ്യാതമായ ഡയലോഗ് ഓർമ്മ വരും. എന്താണ് ആ ഡയലോഗ് എന്ന് പറയാമോ? ചാവാങ്ങ സ്വന്തം പറമ്പിലത്തെ അതുവരെ ഇട്ട് കുടിക്കില്ല, എന്നിട്ട് ചാവാങ്ങ എടുക്കുമ്പോ ഇതിന് ഇത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതാണ് വിഖ്യാതമായ ഡയലോഗ്. അതാണ് ഞാൻ കമന്റ് ഇട്ടോളോട്ടെ. അടുത്തത് ജയ്മോൻ ഐപ്പ് അല്ലേ, അങ്ങനെയാണോ? നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ മനസ്സിൽ നല്ല സന്തോഷമാണ്. കാരണം ഞങ്ങൾ UK യിലാണ്. ഇത് കാണുമ്പോൾ നാട്ടിൽ വന്നൊരു പ്രതീതിയാണ്. പിന്നെ നിങ്ങളുടെ കുടുംബസ്നേഹം ഒന്നും പറയാനില്ല, എന്നും ഇതുപോലെ പോട്ടെ. സന്തോഷം. അടുത്തത് A63191 എന്തെന്നാണാവോ പേര്. അജുവിൻ്റെ കൃഷി വർക്ക് ആവേശത്തോടെ തകർത്തു ചെയ്യുന്നുണ്ട്. അടിപൊളി ടേസ്റ്റി പൊട്ടാറ്റോ വട. എന്തായാലും വിൽ ഷുവർലി പ്രിപ്പയർ ദ സ്നാക്ക് ഐറ്റം. അടുത്തത് സനോജ് ഡി അർജുനൻ: ചേട്ടാ മറക്കാതെ ഒരു തടം ചുവന്ന ചീരയും പച്ചച്ചീരയും ഇടകലർത്തി നടണം. അപ്പോൾ കൃഷിത്തോട്ടം കാണാൻ കളർഫുൾ ആയിരിക്കും. പിന്നെ ചീര വളർന്നു നിന്നാൽ തോട്ടം നിറഞ്ഞ അതുപോലെ തോന്നും. ഉരുളക്കിഴങ്ങ് വടയും കാപ്പിയും ഒക്കെ രസകരമായ ഒരു വീഡിയോ. അടുത്ത പ്രാവശ്യം കാപ്പി വാങ്ങുമ്പോൾ ബ്രൂ ഇൻസ്റ്റൻറ്റ് കോഫി വാങ്ങിച്ച് ട്രൈ ചെയ്തു നോക്കണേ.
ബ്രൂ ഇൻസ്റ്റന്റ് കോഫി വാങ്ങിക്കാൻ പറഞ്ഞിട്ട് ചേട്ടൻ കൂട്ടാക്കണില്ലേ. ചേട്ടൻ പറയണത് നെസ്കഫേനേക്കാളും നല്ലത് വേറെ ഇല്ല എന്ന് പറഞ്ഞു. ബ്രൂ ഇൻസ്റ്റന്റ് ഈ പച്ച കളറിലെ ബോട്ടിലുള്ളത് അത് ഞാൻ വാങ്ങിച്ചോളൂ നല്ലൊരു തവണ. എപ്പോ പച്ച കളറിലുള്ളത് അത് വേറെ അല്ലേ, ഫിൽട്ടർ കോഫി അല്ലേ. ഇൻസ്റ്റന്റ് ഉണ്ട്, ഇൻസ്റ്റന്റ്. അത് നല്ല ടേസ്റ്റാ ആ കാപ്പി കുടിക്കാൻ. അപ്പൊ അതിനേക്കാൾ വില കൂടുതൽ ഇതിന്. അപ്പൊ ഇതാണ് നല്ലത് എന്ന് പറയും ചേട്ടൻ. ഇൻസ്റ്റന്റ് കോഫി വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കണേ. പാൽ കോഫിക്ക് അവനാണ് ബെസ്റ്റ്. നെസ്കഫേ നല്ലതാണ്, പക്ഷെ ബ്ലാക്ക് കോഫിക്കാണ് കൂടുതൽ നല്ലതെന്ന്. നെസ്കഫേ പാൽ ഒഴിച്ചിട്ടുള്ള കോഫി ഉണ്ടാക്കില്ലേ നമ്മള്, അതിന് നല്ലത് ഇതാണെന്ന്. നമ്മുടെ ബ്രൂവിന്റെ മാല പോലെ കിട്ടും അതിന്റെ പാക്കറ്റ്. അത് വാങ്ങിച്ചാലും മതി. 1 രൂപ ഒരു പാക്കറ്റ്. എന്നുവെച്ചാൽ 2 രൂപ. ഒരു കാപ്പിയിലേക്ക് ഒരു പാക്കറ്റ്, ഒരു കാപ്പിയിലേക്ക് ഒരു പാക്കറ്റ്. അങ്ങനെ ഒരു പുഴു. അതേ ചേട്ടന്റെ മേലിക്കാണ് വരണേ. ആള് പാരച്ചൂട്ടുമ്പോ പോവാണ്. അത് മരങ്ങളുമെന്ന് ഇറങ്ങണതോ. ചൊറിയാമ്പുഴ അല്ല, മറ്റേ പച്ചപ്പുഴു. അടുത്തത് ആനിമണി. ശരിക്കും ജഗ്ഗുവിനേക്കാൾ ചെറിയ കുട്ടിയാണ് അജു. ഉപ്പുണ്ടോന്ന് നോക്കാനുള്ള ആ നിൽപ്പ്. ഡിഫറൻ്റ് ആയൊരു സ്നാക്ക് തീർച്ചയായും ട്രൈ ചെയ്യും. ശരിയാ ജഗ്ഗുവിന് എനിക്ക് ബുദ്ധിമുട്ടില്ല നോക്കാൻ. ചേട്ടനെയാണ് എനിക്ക് കഷ്ടപ്പാട്. കാരണം ഒരു കാര്യം പറഞ്ഞ അനുസരിക്കില്ല. അത് എന്താ പറയുന്നത്, കാണുന്നവർക്ക് തന്നെ മനസ്സിലായി തുടങ്ങി. അടുത്ത ജാസി ഡ്രൈവൺ. അജു ഏട്ടാ, ഈ വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ ആവശ്യത്തോടെ പൊക്കിയെടുക്കുന്നത് കൊള്ളാം, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഹെർണിയ വരുമ്പോൾ ഇത്ര ആവശ്യം കാണില്ല കേട്ടോ. അതും പറഞ്ഞാൽ കേൾക്കില്ല. ഇപ്പം ഇന്നലെ ഒരു ചാക്ക് നിറച്ച് നാളികേരം ഒറ്റയടിക്ക് പൊക്ക. എനിക്ക് കാണുമ്പോൾ എന്തോരെന്ന് വെച്ചിട്ട് നമ്മൾ പറയാം, ചെയ്യല്ലേ ചേട്ടാ, ചെയ്യല്ലേ. പിടിച്ച് വലിച്ച് വാങ്ങിച്ചിട്ട് അടിയിലേക്ക് വെപ്പിച്ചു ഞാൻ ഇന്നലെ. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് നാളികേരം മാറ്റിയിട്ടാണ് പിന്നെ എടുത്ത് ഇങ്ങനെ പൊക്കി കൊണ്ടുപോവുക. അതായത് വീഡിയോ എടുക്കുമ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആവേശമൊന്നും അല്ല കേട്ടാ. അല്ലെങ്കിലും ചേട്ടൻ ഇങ്ങനെ തന്നെയാണ്. അത് നമ്മൾ അറിയാണ്ട് ചെയ്തു പോണത് തന്നെയാണ്. ആളുകൾ ചിലപ്പോൾ അവിടെ ഇവിടെ ഒരു വേദനയൊക്കെ പറയുന്നുണ്ട്. ഇപ്പോ നമ്മൾക്ക് പ്രായം കൂടി വരല്ല. അപ്പൊ പണ്ടത്തെ ഒരു ആവേശം എപ്പോഴും പാരെടുക്കണം ഞാനല്ലോ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. വേറെ കോമഡി ഉണ്ട്, അത് പിന്നെ പറയാം. അടുത്തത് പ്രസന്ന. മേശ കൊണ്ട് വെച്ചിട്ടുള്ള കിടപ്പ്. അത് ശരിയാ, അത് രസമായിരുന്നു. ഈ പറഞ്ഞ് എടുത്തു നിർത്താണ്ട് കൊണ്ടുപോയിട്ടേ അവിടെ ചെന്നിട്ട് പേടിപ്പിള്ളേ നമ്മള്. അടുത്തത് ടെസ്ല മൈ ഹീറോ. ഒരെണ്ണം ജഗ്ഗു ക്യാമറമാൻ ഇസ്കുന്നു. ശരി, അപ്പൊ അത് കാര്യം അറിയാത്ത പോലെ വന്നിട്ട് എടുത്തു. അത് നല്ല ടേസ്റ്റുള്ള സാധനട്ടാ ഉരുളക്കിഴങ്ങിന്റെ പട. അതെ, നമ്മളത് അങ്ങോട്ട് കൊണ്ടുപോകണമെന്നൊന്നും വിചാരിച്ചിട്ടില്ലല്ലോ. നമ്മൾ സാധാരണ ഇവിടെ നിന്നിട്ട് എങ്ങനെയാ ഉണ്ടാക്കി കഴിച്ച് നമ്മൾ തന്നെ കഴിച്ച് കഴിയും. കുറെ ഉണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് കൊണ്ടുപോകും. കുറെ ഉണ്ടാക്കാനായിട്ട് സമയം കിട്ടില്ലേ നമുക്ക്. വീഡിയോ എടുക്കും വേണം, അപ്പൊ അതിനുള്ള സമയം കിട്ടില്ലേ. സമയം കിട്ടാത്തതുകൊണ്ട് നമ്മൾ എപ്പോഴും കുറവ് ഉണ്ടാക്കുന്നത് കാര്യം. കൂടുതൽ ഇപ്പൊ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാവുന്ന കാര്യമല്ലോ. എന്നിട്ട് ഇത് ഉണ്ടാക്കി കഴിയണ സമയത്ത് അവരൊക്കെ അവിടെ ഇരിക്കണുണ്ട്. അവർ ചായ കുടിച്ച് അങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് അവിടെ ചെറിയേട്ടൻ്റെ വരും അല്ലെങ്കിൽ രണ്ടുപേരും കൂടി അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് എന്നാ പിന്നെ അവിടേക്ക് പോവാൻ അങ്ങനെ പോയി. സത്യം പറഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് എന്തുട്ടാന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. കാരണം അങ്ങനെ കുറെ കഴിച്ചില്ലല്ലോ, നമ്മളും ഓരോ നിശയല്ലേ കഴിച്ചിട്ടുള്ളൂ. അത് കാരണം. മേരി സെബാസ്റ്റ്യൻ. ദർ ഇസ് എ മീനിങ് ഓഫ് യുവർ ലൈഫ് ഇൻ ദിസ് വേൾഡ്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു. അടുത്തത് ഹനീഷ് VH. ചേട്ടൻ്റെ കോസ്റ്റ്യൂം സ്പോൺസർ ആരാണ്? എനിക്ക് ഇഷ്ടപ്പെട്ടു. സരിതയാണ് കോസ്റ്റ്യൂം. നമ്മുടെ 3 പേരുടെയും കോസ്റ്റ്യൂംസ് ഒക്കെ ഞാൻ തന്നെയാണ്. ഇവര് അറിയാറ് പോലും ഇല്ല, ഇവർക്ക് കാണിച്ചു കൊടുക്കാറുമില്ല. ഞാൻ വാങ്ങിക്കും, ഓൺലൈനിൽ വാങ്ങിക്കണം കേട്ടാ. ഇഷ്ടമായോ എന്ന് പോലും ചോദിക്കാറില്ല. ജഗ്ഗുവിന് പിന്നെ ഞാൻ എടുത്തു കൊടുക്കണത് ഇടും. എങ്ങടേലും പോകണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക ഏതാ ഇടണ്ടേ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഏതാണെന്ന് വെച്ചാൽ ഇടുക, അമ്മ എടുത്ത് തന്നാൽ മതി, അതെടുത്തു കൊടുക്കും. അല്ലാണ്ട് ബ്രാൻഡഡ് എന്തിട്ടാണ് എന്ത് വില, അങ്ങനെ ചില പിള്ളേരൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നല്ല വില കൂടിയ സാധനങ്ങൾ ഇടുള്ളൂ, ബ്രാൻഡഡ് വേണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. പക്ഷേ ഇവന് അങ്ങനത്തെ ഒരു വക ഇതുകളും ഇല്ല ജഗ്ഗുവിന്. അതൊരു പിന്നെ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാശി പിടിക്കുകയെ നമ്മളായിട്ട്. ഇപ്പം ചെരുപ്പ് അവൻ്റെ പൊട്ടി, സ്കൂളിലേക്ക് കറുപ്പ് ചെരുപ്പ് ഇടണം നിർബന്ധമാണ്, ഷൂ അല്ല സാധാരണ ദിവസങ്ങളിൽ. അപ്പോൾ ചെരുപ്പ് ഇങ്ങനെ നടുപൊളിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിൻ്റെ ചെരുപ്പ് നടുപൊളിഞ്ഞു. പിന്നെ അത് മാത്രമല്ല കാല് ഇപ്പോൾ ആൾ വലുതായപ്പോൾ ഫ്രണ്ടിൽ വിരലുകളൊക്കെ പുറത്തേക്ക് തള്ളിയിട്ട് നിൽക്കുക ചെരുപ്പിൻ്റെ. അപ്പോൾ പുതിയ ചെരുപ്പ് വാങ്ങിക്കാമല്ലോ ഉണ്ണിയെന്ന് പറഞ്ഞപ്പോൾ ഇതിനൊരു കുഴപ്പമില്ലല്ലോ. എന്നിട്ട് അവൻ തന്നെ പശ വാങ്ങിച്ചോണമെന്ന് സൂപ്പർ ഗ്ലൂ വാങ്ങിച്ചോണമെന്ന് അത് ഒട്ടിച്ചു വേണ്ട ചെരുപ്പിനൊരു കുഴപ്പമില്ല കേട്ടോ, അത് തന്നെ ഇടാം. അങ്ങനെയാണ്, അതൊക്കെ മതി, എന്തിനാണ് വെറുതെ കാശ് കളയണത്, വെറുതെ എന്തിനാണ് വാങ്ങിക്കണേ, അങ്ങനെ പറയാതെ. അടുത്തത് രഞ്ജിത്ത് മേനോൻ. ഉരുളൻകിഴങ്ങ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ, നിങ്ങളുടെ ആ കൊളോക്കിയൽ ശൈലിയിൽ പറയുന്നതാണ് കേൾക്കാൻ സുഖം, മോഡിഫൈ ചെയ്യാനോ റിഫൈൻ ചെയ്യാനോ പോണ്ട. അത് ശരിയാ, ഉരുളൻകിഴങ്ങ് എന്ന് നമ്മൾ പറഞ്ഞിട്ട് പിന്നെ ഞാനതൊന്ന് തിരുത്തി ഉരുളക്കിഴങ്ങ് എന്ന് എടുത്തു പറഞ്ഞു. എല്ലാവർക്കും കൂടെ കുറച്ചുകൂടി ഉണ്ടാക്കാമായിരുന്നു.
കുറച്ച് വട മാറ്റി വെക്കാമായിരുന്നു സരിതേ, ഇല്ലെങ്കിൽ അജുവിന് അവിടെ നിന്ന് മാറ്റിയാലും മതിയായിരുന്നു അല്ലേ. ചേട്ടനായാലും അധികം കഴിച്ചില്ല. ചേട്ടനും എന്നോട് വന്നിട്ട് പറഞ്ഞു, അയ്യോ എനിക്ക് അതിന്റെ ടേസ്റ്റ് ഓർമ്മയില്ല, ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ഉണ്ടാക്കാൻ സുഖ. അടുത്തത് രവി പി കെ, എൻ്റെ ഇനീഷ്യലും പി കെ എന്നാ, സരിത പി കെ. വാക്കും അർത്ഥവും പോലെ തമ്മിൽ കൂടിച്ചേർന്ന അജുവും സരിതയും മറ്റുള്ളവരോട് ഒത്തുചേരുമ്പോൾ ഒരു മനോഹര കാവ്യം വിരിയുന്നു. ആഹാ, സാഹിത്യം. അടുത്തത് സിമ്പിൾ കറി വേൾഡ്. അജുവേട്ടൻ എപ്പോഴും ചേച്ചി കൂടെ വേണമല്ലേ, ചേച്ചി കുക്ക് ചെയ്യാൻ വന്നപ്പോൾ എന്തോ കിളയ്ക്കാനുള്ള ഉഷാറ് ചേട്ടന്. എന്നാലും സരിതേച്ചിയുടെ ക്ഷമ സമ്മതിച്ചു. വീട്ടിൽ നിന്ന് ഓരോന്ന് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വന്ന് കുക്ക് ചെയ്യുന്നുണ്ടല്ലോ, എന്നോടെങ്ങാനും ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയും. ഇവിടെ സിറ്റ് ഔട്ടിൽ നിന്ന് ഹാളിലേക്ക് നടക്കാൻ വയ്യ, ഹാളിൽ നിന്ന് കിച്ചണിലേക്ക് നടക്കാൻ വയ്യ. ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ ഒരുമിച്ചൊക്കെ ഒരു ബക്കറ്റിലാക്കിയിട്ടാണ് ഇപ്പോൾ കൊണ്ടുപോകണം. അപ്പോൾ 1-2 ട്രിപ്പ് കൊണ്ടുപോയാൽ മതിയോ. ചില സാധനങ്ങളാണ് മറന്ന് ചെയ്തോണ്ടിരിക്കുമ്പോഴോ അപ്പം ഇങ്ങനെ നടന്ന് എടുത്തിട്ട് വന്ന് കുറച്ച് വഴിയുണ്ടല്ലോ അങ്ങനെ. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല, ചേട്ടനുണ്ടല്ലോ കൂടെ. അടുത്തത് ലൈല. സരിതയ്ക്ക് അജുവിനെ കൺട്രോൾ ചെയ്യാനുള്ള അത്ര സ്ട്രെയിൻ ജഗ്ഗുവിനെ നോക്കാനില്ല എന്നാണ് തോന്നുന്നത്. കറക്റ്റ്. എന്തായാലും അജു ഏട്ടന്മാരെ പോലെ അധ്വാനിയാണ്. ഒരു മിനി ട്രാക്ടർ കൊണ്ടുവന്ന് ആ പറമ്പ് മൊത്തം ഒന്ന് കിളപ്പിച്ചാൽ അജുവിന് ഇത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല. പിന്നെ അജു ജിമ്മാണല്ലോ അല്ലേ, അത് നമ്മൾ പറഞ്ഞൂല അന്നൊരു വീഡിയോന്റെ ഇടയിൽ. ട്രാക്ടർ കൊണ്ടുവന്നാൽ പിന്നെ നമുക്കൊന്നിട്ട് പണി, നമുക്ക് പണി ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. പിന്നെ നമ്മൾ ജിമ്മൊന്നുമല്ല കേട്ടാ, ജിമ്മിന് പണ്ട് പോയിട്ടുണ്ട്. 1990 പോയിട്ടുണ്ട്. അപ്പോഴും പോയിട്ടില്ല, അതിന് അങ്ങനെ ഒരിത്. പിന്നെ ഇവിടെ വല്ലപ്പോഴൊക്കെ ഒന്ന് വെയിറ്റ് അടിക്കും. ഇപ്പോഴൊന്നും ഇല്ല, എത്രയോ കൊല്ലങ്ങളായി. അടുത്ത് ബ്ലാസ്റ്റർ. ഈ പെണ്ണുങ്ങൾ ഭയങ്കരികൾ തന്നെയാ, ഒരു സംശയം വേണ്ട. ഇന്നലെ സിൽക്ക് ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ, അതായത് സിൽക്ക് എന്ന് പറയണ തന്നെ. ഇന്ന് അനുരാധയും ഡിസ്കോ ശാന്തിയും ഒപ്പം കൂടിയിട്ടുണ്ട്, അതായത് സീമ ചേച്ചിനെയും ചെറിയ ചേച്ചിനെയാണ് പറഞ്ഞേക്കണത്. സൂക്ഷിച്ചില്ലെങ്കിൽ പൊടി പോലും കാണില്ല. എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ബ്ലാസ്റ്റർ തന്നെ ഇതിന് കൃത്യമായൊരു വിശദീകരണം തരും എന്ന് പ്രതീക്ഷിക്കുന്നു. ആൾക്ക് എന്തായാലും ക്യാബറെ നർത്തകിമാരോടാണ് താല്പര്യം എന്നുള്ള ഒരു കാര്യം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. ഇപ്പോഴത്തെ കാലത്ത് വേറെ എത്ര പെണ്ണുങ്ങളുണ്ടല്ലോ, ഇപ്പോഴും അവരാണ് മനസ്സിൽ. സിൽക്ക് സ്മിതിയും അനുരാധയും ഡിസ്കോ ശാന്തി, പിന്നെ അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു പണ്ട് കാലത്ത്. അടുത്തത് ആദർശ് പണിക്കർ. കൊള്ളാം, തെക്കോട്ട് അധികം കണ്ടിട്ടില്ലാത്ത ഒരു കറിയാണിത്. എന്നാൽ കൊഞ്ച് അല്ലെങ്കിൽ ചെമ്മീൻ കൂടെ ഉള്ളതുകൊണ്ട് ആ ചെമ്മീനും കായും ഭാരതൊട്ടും കുറയുന്നില്ല. കൃഷിയുടെ ആവേശവും വിശപ്പിന്റെ വിളിയും കൂടിയപ്പോൾ അജുവേട്ടന്റെ ഊണ് പ്രേക്ഷകരിലേക്ക് കറിയുടെ മഹാത്മ്യം ആവോളം എത്തിയെന്നുള്ളതാണ് സത്യം. പിന്നെ പാട്ട് മനോഹരം, കേൾക്കാൻ ഇഷ്ടമുള്ളവർ കേൾക്കട്ടെ, ആസ്വദിക്കട്ടെ. എല്ലാ രാഗങ്ങളും അറിഞ്ഞ് പാടുന്നിടത്ത് ചിലപ്പോൾ ഇത്ര ആരാധകർ ഉണ്ടാകാൻ സാധ്യതയില്ല. പഴയ പാട്ടുകൾ ഇനിയും പോരട്ടെ, എല്ലാം കൂടി ഒരു മനോഹരമായ വീഡിയോ. പിക്ചർ ക്ലാരിറ്റി മനോഹരം. ക്യാമറാമാനും അഭിനന്ദനങ്ങൾ. ഹാപ്പി, സ്നേഹം, ഇഷ്ടം, സസ്നേഹം, പണിക്കർ. അടുത്തത് ഗഫൂർ കെ കെ. എന്നിരുന്നാൽ അജുവിനെയും സരിതയും കാണുമ്പോൾ പ്രത്യേക ഫീലിംഗ് ആണ്. നിങ്ങളുടെ യൂട്യൂബ് ജേണി ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. സന്തോഷം. അടുത്തത് നെസ്യാമിർ. ചേട്ടൻ്റെ വെഗിളി കാണാൻ നല്ല രസമാണ്, ഒപ്പം സരിതയുടെ കമൻറ്റും. അതെ. അടുത്തത് മുല്ല ഷബീർ. സരിതേച്ചി പാടി കഴിഞ്ഞപ്പോൾ മൈക്ക് ഷർട്ടിൽ കുത്തി അജു ഏട്ടൻ ഘനഗംഭീര ശബ്ദത്തിൽ ഓ തിങ്കൾ പട്ടി. സരിതേച്ചി പട്ടിയോ അജേട്ടൻ? ഞാൻ അങ്ങനെ വിചാരിച്ചേ. അയ്യോ, ചിരിച്ച് വായു കിട്ടാതെയായി. ബെഡിൽ കിടന്ന് പൊട്ടിച്ചിരിക്കുന്നത് കണ്ട് എൻ്റെ റൂം പാർട്ട്ണർ ബംഗാളി എന്നോട് ക്യാ ഹുവാ അച്ചാ ഗുഷീത്തും, എന്തു പറ്റി? ക്യാ ഹുവാ അച്ചാ ഗുഷീത്തും, എന്തു പറ്റി? നല്ല സന്തോഷത്തിലാണല്ലോ നീ. മക്കളില്ലാത്ത ഞാൻ ഏറെ ദുഃഖിതനാണ്. ചില നേരത്തെ ആ ദുഃഖങ്ങൾ മറക്കുന്നത് നിങ്ങളുടെ വീഡിയോകളിൽ കൂടിയാണ്. അയ്യോ, മുല്ല ഷബീറിന് മക്കളില്ല, കല്യാണം കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായി. എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ശരിയാവും. അടുത്തത് അംബിക മേനോൻ. Interesting content. Just want to say that the current corner location of the Chundanga tree is perfect. Why do you want to remove and take it to the new land? You could however take the other Chundanga which is in the middle. എന്തുട്ടെന്നാ ഞാൻ തോറ്റു. ഞാൻ മുന്നേ അത് അവിടെ പറിച്ചു കൊണ്ടുവയ്ക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങി അതൊക്കെ കൊണ്ടുപോകണ്ട. അത് ഒന്നാമത്തേൽ അത് വലിപ്പായി, പിന്നെ അത് മൂലയിൽ ഒരാൾക്കും ശല്യമില്ലാത്ത സ്ഥലത്താണ്. കാരണം അത് വേറെ സ്ഥലത്ത് മുളച്ചതാ.
അപ്പൊ ഞാൻ തന്നെ പറഞ്ഞിട്ടാണ് അന്ന് മുളച്ച് കുഞ്ഞ് തയ്യായിരുന്നപ്പോ അതിനെ കൊണ്ട് മൂലയിലേക്കാക്കിയത്. കാരണം അത് വലിപ്പം വരില്ലല്ലോ, പിന്നെ നിറച്ച് മുള്ളുള്ള സാധനം ആയതുകൊണ്ട് അതിനെ സെന്ററിലാക്കാണ്ട് ഒരു അരൂത്തിക്ക് മാറ്റി. അത് നല്ല ഇതിൽ അത് അവിടെ നിൽക്കുന്നുണ്ട്. അതിനെ പറിച്ചു കൊണ്ടുപോകാൻ പോവാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അപ്പൊ അവിടെ നിനക്ക് പൂന്തോട്ടം ഉണ്ടാക്കണം, അവിടെ നിനക്ക് പൂന്തോട്ടം ഉണ്ടാക്കണം. പിന്നെ പൂന്തോട്ടത്തിൽ ഇത്, അപ്പൊ ഞാൻ പറഞ്ഞു ബാക്കി സ്ഥലം ഉണ്ടല്ലോ പൂന്തോട്ടം ഉണ്ടാക്കാം, അത് അവിടെ നിന്നോട്ടെ, അത് മിണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വെട്ടിക്കളയാം. പിന്നെ അതിന്റെ തൈകൾ മുളയ്ക്കണത് അവിടെ ഇവിടെയൊക്കെ മുളയ്ക്കില്ലോ തന്നെ, അതിനെ നമുക്ക് അവിടെ കൊണ്ടുപോയി കുഴിച്ചിടാന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടെ. ഇപ്പം എന്തിട്ടുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് കുഴിച്ചിട്ടതോ നടക്കണ വഴിയിലും കൊണ്ടുപോയിട്ട്. എന്നിട്ട് ചേട്ടന്റെ മേലെ തന്നെ ദേ മുഴുവൻ കൂറുകയാണ് നടക്കുമ്പോ അതിന്റെ ഇനിയിപ്പോ അതിനവിടെ നിന്ന് പറിച്ചിട്ട് പറയണ്ട. അങ്ങനെ അടുത്തത് സജിമോൾ. നിങ്ങളൊന്ന് കാണാനോ മിണ്ടാനോ എന്താ അപ്പൊ ഒരു വഴി? ഒരിക്കൽ കൺമുന്നിൽ നിന്ന് തെന്നിപ്പോയതാ അജുവേട്ടൻ SBMൽ വെച്ച്. 2 പേരോടും ഒരുപാട് സ്നേഹം. അപ്പൊ SBMൽ വെച്ച് കണ്ടപ്പോ മിണ്ടണ്ടേ, കടന്നു പോയിണ്ടാവും ചിലപ്പോ, നമ്മൾ പെട്ടെന്ന് പോയിണ്ടാവും. അടുത്തത് ഗായത്രി ജയൻ. അജു, ഞാനും ഓമനത്തിങ്കൾ പട്ടി എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പൊ ചേട്ടന് കൂട്ടുണ്ട്. അടുത്ത ലക്ഷ്മി രാജേഷ്. അത് ചേട്ടാ ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നേ, ഓമനത്തിങ്കൾ പട്ടിന്ന്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ആളുകൾ എന്ത് വിചാരിക്കും. പക്ഷെ ഇനി പറയാം, അജു ചേട്ടൻ ധൈര്യമായി സരിതയോട് വെളിപ്പെടുത്തിയപ്പോൾ അയ്യോ ഇന്നും കുറെ ചിരിച്ചു. താങ്ക് യു. അത് കേൾക്കുമ്പോ എനിക്ക് അങ്ങനെയാണ് ചെറുപ്പത്തിൽ തോന്നിയിരുന്നേ. ഓ ചേട്ടാ അത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ആ പാട്ടൊന്ന് വെച്ച് കേട്ട് നോക്കിയപ്പോ എനിക്കും തോന്നി അങ്ങനെ. നീലതാമര കുളത്തിൽ, പക്ഷെ ഒരു സംശയം, കുളത്തിലെ തിങ്കൾ പട്ടി ഇങ്ങനെ അതാണല്ലേ അവിടെ കുഴപ്പമില്ല. പിന്നെ കുളത്തിലിങ്ങനെ പട്ടി ഉണ്ടാവാന്നല്ലേ. അടുത്തത് ലൈഫ് ഓഫ് അല്ല, അപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ, ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ടുള്ള രണ്ടുപേർക്ക് കുറെ പേർക്ക് തോന്നിയിട്ടുണ്ടാവണം. അത് 2 പേര് എഴുതിയെന്ന് മാത്രം. കണ്ടമാനം പേര് ഇതുപോലെ ഈ പട്ടിയാണെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ, അന്ന് ചെറിയ മനസ്സിലാവാത്തവര്. അടുത്തത് ലൈഫ് ഓഫ് എ ലേഡി. കറിവേപ്പില വെട്ടുന്നത് കണ്ടപ്പോൾ വിഷമം തോന്നി. ഇവിടെ UK വളരെ കുറച്ച് കറിവേപ്പില പോലും വാങ്ങുന്നത് 100 രൂപയ്ക്കാണ്. 2 കതിരുണ്ടാവുള്ളൂ അല്ലേ. അടുത്തത് മൈമുന സാലി പോൾ. പണ്ട് ക്യാൻസർ ഇല്ലെന്ന് പറഞ്ഞ മനസ്സ്, ക്യാൻസർ എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പോൾ ടെക്നോളജിയുടെയും ശാസ്ത്രത്തിന്റെയും വളർച്ച കാരണം ഡിറ്റക്ഷൻ കൂടുതലാണെന്ന് മാത്രം. PS അടുപ്പിലെ പുക ക്യാൻസറിന് കാരണമാണോ അല്ലയോ എന്ന് അറിയില്ല. ചേട്ടൻ പറഞ്ഞില്ലേ പണ്ട് ക്യാൻസർ കേൾക്കുന്ന പോലെ ഇല്ല. ഇപ്പൊ നമുക്ക് അടുത്തത് സിന്ധു S. സരിത കാനച്ചായിൽ ആടുമേക്കാൻ എന്ന പാട്ട് പാടാമോ പ്ലീസ്? പാടാം. ഇപ്പൊ പാടണ? ഞാനത് നോക്കിട്ട് പോലും കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. വൃന്ദാവനത്തിലെ കാഴ്ച കാണാൻ, വൃന്ദാവനല്ല ഒന്നാം വനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ. നിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോകാം, ഇന്നു വേണ്ടോ മലാളേ. അടുത്തത് സതീശൻ. മാറ്റമില്ലാത്തതായി ഒന്ന് മാത്രം, അജു ആൻഡ് സരിത. ഐ ലവ് ഫാമിലി. എനിക്ക് ഫോൺ നമ്പർ തരണം പ്ലീസ്. 2018 ഉണ്ടായിരുന്നു, നഷ്ടമായി. ഞാനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. അടുത്ത അജീഷ് വിസി. നമസ്കാരം. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? യക്ഷികൾ നല്ല സാമ്പത്തികമുള്ളവരും പ്രേതങ്ങൾ സാമ്പത്തികം കുറവുള്ളവരും. അത് നമ്മൾ ആലോചിച്ചില്ല കേട്ടോ അജീഷേ. അജീഷ് പറഞ്ഞപ്പോഴാണ് ശരിയാണല്ലോ അത്. കാരണം ജാതി മേക്കപ്പിലാണല്ലോ, നല്ല ആഭരണങ്ങളൊക്കെ നല്ല കസവ്, നല്ല സാധനം കിട്ടി, നല്ല കസവിന്റെ ബ്ലൗസ് ഒക്കെ ഇട്ട് ഒരു മുണ്ടും പിന്നെ ഇതിൽ കൂടെ കെട്ടി ഇങ്ങനെ കെട്ടി വെച്ച് സർവാഭരണ വിഭൂഷിതയായി നല്ല കണ്ണും ഇങ്ങനെ എഴുതി പൊട്ടൊക്കെ കുത്തി കുറിയൊക്കെ വരച്ച്. രണ്ടുപേരും കോമൺ ആയിട്ടുണ്ട്, രണ്ടുപേരും നല്ല പാട്ടുകാരായിരിക്കും. യക്ഷികളായാലും ഒരു സാധനമുണ്ട്, ആസ്മാരോഗികളാണ് എല്ലാ പ്രേതങ്ങളും അല്ലേ, ഭയങ്കര വലിവായിരിക്കും. ആഭരണങ്ങളൊന്നും ഇല്ലല്ലോ, ആകെ
പിന്നെ യക്ഷികൾ ചോര കുടിക്കും, പ്രേതങ്ങൾ ചോര കുടിക്കില്ല എന്നുകൊണ്ടില്ല, നമ്മളെ കഴുത്തൊക്കെ ഞെക്കി കൊല്ലുള്ളൂന്നുണ്ട്, ചോര കുടിക്കില്ല എന്നുകൊണ്ട്. മുറുക്കാൻ മുറുക്കണ യക്ഷികള് അല്ലേ, ചുണ്ണാമ്പുണ്ടോ ചെയ്യണത്. പ്രേതങ്ങൾക്ക് ചോരയുണ്ട്, ഇവർക്ക് മുറുക്കാനുണ്ടല്ലോ, പിന്നെ ഇതൊരു വേറെ ചോര കുടിക്കാനുള്ളത്. എന്തായാലും ഇതൊരു ഭയങ്കര രസമായിട്ടുള്ള നിരീക്ഷണം കേട്ടാ ശരിക്കും. അടുത്തത് പുഷ്പകുമാരി ബാലൻ. അച്ഛനും അമ്മയും ചാവും എന്നല്ല, അമ്മാവന് ദോഷമാണെന്നാണ് പറയാന്ന്. നമ്മുടെ ഇവിടെ അച്ഛനും അമ്മയും എന്ത് ചെയ്തോ അപ്പ പറയും, അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ല, അച്ഛനമ്മയും മരിക്കും, അങ്ങനെ പറയും. അടുത്ത സിജി രാജേഷ്. പണ്ട് കാലത്ത് അലമാരി ഒന്നും മിക്ക വീട്ടിലും ഉണ്ടാവില്ല, കട്ടിലിൻ്റെ അടിയിലൊക്കെ ആയിരിക്കും ഓരോന്ന് സൂക്ഷിച്ച് വെക്കുക. അത് പിള്ളേർ കാലാട്ടി തട്ടി പൊട്ടിക്കാതിരിക്കാൻ കാരണന്മാരെ ഓരോന്ന് പറയണതാ. ഞാൻ കേട്ടാണ് അങ്ങനെയല്ല, ഒരുമാതിരി എല്ലാ വീട്ടിലത്തെയും കാരണന്മാരൊക്കെ ഈ മുറുക്കുന്നവരായിരിക്കും. അപ്പൊ ഒരു മറ്റേ ഇങ്ങനത്തെ കോളാമ്പി എല്ലാ കട്ടിലിന്റെ അടിയിൽ അല്ലെങ്കിൽ മേശയുടെ അടിയിലേക്ക് വെച്ചിട്ടുണ്ടാവും. മേശയുടെ അടിയിൽ അല്ലെങ്കിൽ കസേര, അവരിയ്ക്കുന്ന കസേരയിലാണെങ്കിൽ കസേര വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ കസേരയിൽ ഇരുന്നിട്ട് കാലാട്ടാൻ പാടില്ല, എവിടെ കട്ടിലിമ മാത്രല്ലല്ലോ, ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് കാലാട്ടാൻ പാടില്ല. അപ്പൊ തുപ്പൽ കോളാമ്പി തട്ടിപ്പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാധനം അച്ഛനമ്മയും മരിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മള് കാലാട്ടില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാക്കിയതാന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും ഇതിന് പല വിശദീകരണങ്ങളാണ്. പിന്നെ അജുവേട്ടനെ പോലെ വെഗിളി പിടിച്ച പിള്ളേർ അടുപ്പ് കലി കയറി ഇരുന്നാലത്തെ കാര്യം അറിയാലോ, അതുകൊണ്ടാണ് അമ്മ അച്ഛൻ ചാവും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നത്. യക്ഷി ഗന്ധർവൻ രക്ഷസൊക്കെ ഹിന്ദുക്കളുടെ ആരാധിക്കുന്ന കഥാപാത്രങ്ങളാണ്. അവർക്ക് അവരുടെ മേക്കപ്പ് സെറ്റൊക്കെ ഉണ്ടാവും. അവർക്ക് കിട്ടേണ്ടത് കിട്ടാണ്ടാവുമ്പോഴാണ് മേക്കപ്പും ചെയ്ത് ഇറങ്ങുന്നത്. പ്രേതം അങ്ങനെയല്ല, അവർ പ്രതികാരം ചെയ്യാൻ വരുന്നതാണ്, അണിഞ്ഞൊരുങ്ങാൻ നേരം ഉണ്ടാവില്ല. അതൊരു പോയിന്റാണ്, പ്രതികാരം ചെയ്യാൻ വരുന്നത്. അതെ ശരിയാ, അങ്ങനെ നമ്മളുടെ പ്രേതങ്ങൾ അവരോട് ജീവിച്ചിരുന്നപ്പോൾ ദ്രോഹിച്ചവരോടൊക്കെ പ്രതികാരം ചെയ്യാനാണ് പ്രേതം വരണേ അല്ലേ. യക്ഷികള് വിശക്കുമ്പോഴാണ് അവര് വരുന്നത് ചോര കുടിക്കാൻ. അല്ല, അവരും ഈ പല്ലുനകൊക്കെ അവസാനം നമ്മുടെ ഈ മുടിയും പല്ലുനകം മാത്രല്ല ഈ പാനരടിയിലിട്ടല്ലോ ബാക്കിയൊക്കെ തിന്നും. അപ്പൊ അവരും പ്രതികാരം ചെയ്യാനില്ലേ? അല്ല, അവർക്ക് വിശക്കുമ്പോ ആരെങ്കിലും കിട്ടിയാൽ മതി. അവര് നല്ല ഭംഗിയിൽ ഒരുങ്ങി ആകർഷിക്കാൻ വേണ്ടി നിൽക്കും. അപ്പൊ ആണുങ്ങൾ ഇങ്ങനെ വായി നോക്കി ചെല്ലും, ചേട്ടനെ പോലുള്ളവര്. അപ്പൊ ചെല്ലുമ്പോ അവരെ വിളിച്ചു കൊണ്ടുപോകും. എന്നിട്ട് പാലമരത്തുമ്പോ കൊണ്ടുപോയിട്ട് ഫുള്ള് തിന്നും. അടുത്തത് ഷീല അച്ചു. സത്യം പറയണ അജു, ഒരു ദിവസം 24 മണിക്കൂർ, അതിൽ എത്ര തവണ സരിതേ 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 എന്ന് വിളിയുണ്ട്? സരിതേ സത്യം പറയണേ സരിതേ, ഏകദേശം 2400 ഉണ്ടായിരിക്കും അല്ലേ സരിതേ? താമരശ്ശേരിയുടെ ഐശ്വര്യമാണ് അജു എന്നും പറയാതെ വയ്യ എന്ന് സ്വന്തം ഒരു ചേച്ചി കുറേ വട്ടം വിളിക്കും. അതിപ്പോ ഞാന് ഇപ്പം എൻ്റെ വീട്ടിലേക്കൊക്കെ അപൂർവമാണ് പോയിട്ട് ഒരു ദിവസമൊക്കെ നിൽക്കണേ. ആ ഒരു ദിവസം നിൽക്കണതിൻ്റെ ഇടയിൽ ഒരു 10 വീഡിയോ കോള് വരും. സരിതാ അതിങ്ങനെ, സരിതാ ഇതിങ്ങനെ, സരിത ഇതിങ്ങനെ. എനിക്ക് എന്തിട്ടിപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇവിടെ എന്ത് മാറ്റം വരാൻ, ആ വീഡിയോ കോള് വിളിച്ചിട്ട് ഇങ്ങനെ നടക്കും ചേട്ടൻ. അപ്പം അമ്മ ഇങ്ങനെ നോക്കും, അവിടെ നിന്നല്ല ഇത്ര നാളായിരുന്നു, ഒരു ദിവസത്തേക്കാണ് നമ്മൾക്കൊന്ന് വർത്താനം പറയാനായിട്ട് ഇവിടേക്ക് കിട്ടണം. അതിൻ്റെ ഇടയിൽ ഇവൻ്റെ കോൾ ഇങ്ങനെ വരുന്നു പറഞ്ഞിട്ട്. അടുത്തത് കൊച്ചുറാണി. അജുന് എന്തിന്റെ കേടാണ്? ആ മതിലിന്റെ അരികിൽ ആരെയും കാണാതെ അടങ്ങി ഒതുങ്ങി നല്ല സുന്ദരിയായി നിന്നതായിരുന്നു. അതിന് പോലും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അജുനെ മാന്തിയത്. സൂപ്പർ. ചുണ്ടങ്ങ. അടുത്തത് സുജിത് ചന്ദ്രൻ. ചുണ്ടങ്ങയുടെ കാതുകുത്തിപ്പാട്ട് എനിക്കറിയാലോ, ദാ പിടിച്ചോ. ഉറുമ്പേ ഉറുമ്പേ എങ്ങോട്ട് പോന്നു? പ്ലാവിലെ പറിക്കാൻ പോണു. പ്ലാവിലെ പറിക്കാൻ പോയപ്പോൾ പ്ലാവിൽ അപ്പടി ചോര. ചോര കഴുകാൻ നീറ്റിൽ പോയപ്പോൾ നീറ്റിൽ അപ്പടി വാള. വാളേനെ കോർക്കാൻ വള്ളിക്ക് പോയപ്പോൾ വള്ളിയിൽ അപ്പടി ചുണ്ടങ്ങ. ചുണ്ടങ്ങയുടെ കാതും കുത്തി പട്ടരുടെ കുട്ടിയുടെ കല്യാണം. ഞങ്ങൾ പഠിച്ചിട്ടുള്ള ഞങ്ങളെ അങ്ങനെയല്ല. നമ്മുടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഇപ്പോഴാണ് ഓർമ്മ വന്നിട്ടാ, ഇങ്ങനെ കൈ വയ്ക്കും വെച്ചാ ഇത് ഇനി എൻ്റെ കൈ പിടിച്ചാൽ ഇങ്ങനെ ഇതിങ്ങനെയാണ് ചില ഇങ്ങനെ എല്ലാവരും ഇരിക്കും. എന്നിട്ട് പറയും, ഉറുമ്പേ ഉറുമ്പേ എങ്കട് പോണ്, ഭരണി കാവിൽ വിത്തിന് പോണ്, അവിടുത്തെ തമ്പുരാൻ എന്ത് പറഞ്ഞു, തല്ലാൻ വന്നു കുത്താൻ വന്നു, കൈത വളപ്പിൽ ഓടി ഒളിച്ചു, കൈത എനിക്കൊരു പൂവും തന്നു, പൂവും കൊണ്ട് കണ്ടത്തിലിട്ടു, കണ്ടം എനിക്ക് നെല്ല് തന്നു, നെല്ല് കൊണ്ട് കലത്തിലിട്ടു, കലം എനിക്ക് ചോറ് തന്നു, ചോറും തിന്ന് ചുണ്ടങ്ങേരെ കാതും കുത്തി പട്ടര വീട്ടിൽ കല്യാണം. ഇങ്ങനെയാ പല സ്ഥലങ്ങളിലും പലതരത്തിലായിരിക്കും. ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ കുറെ പേരുണ്ടാവും, എന്നിട്ട് കട്ടുറുമ്പിന്റെ കാത് കുത്തിന് അങ്ങനെ. അതാ ഞങ്ങളുടെ പാട്ട്. ചുണ്ടങ്ങ അങ്ങോട്ടുള്ള പാട്ടില്ല. ഇതുണ്ട് ചുണ്ടങ്ങേരെ എല്ലാ സ്ഥലത്തും ഉണ്ട്. എല്ലാ സ്ഥലത്തും ഈ പട്ടര വീട്ടിലെ കല്യാണമാണ്. ലാസ്റ്റ് അതാണല്ലേ.
അയ്യേ കാക്കിക്ക് മനസ്സിലായി ശരിക്ക്. കേട്ട പോയിട്ട് കക്ക തൂറിന്നാ തോന്നണേ. കഴുകി ഇരിക്കണ്ട. അയ്യോ ദേ ശരിക്കും ഓടിപ്പിക്കും ചേട്ടാ. വായ പൊത്തിയിട്ട് മോളിക്ക് ഒരു കഥ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ കാക്കകള് മരത്തിന്റെ മുമ്പും ഇരിക്കട്ടാ. താഴത്തെ ഒരാളിരിക്കണ്ടായിരുന്നു. അപ്പൊ ഒരു കാക്ക പറഞ്ഞു, ഞാൻ അയാളുടെ തലയിലേക്ക് കഷ്ടിക്കാൻ ഇടാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ മറ്റേ കാക്ക പറഞ്ഞു, നീ അയാളുടെ തലയിൽ കഷ്ടിച്ചാൽ ഞാൻ അയാളുടെ വായിൽ കഷ്ടിക്കുന്നു പറഞ്ഞു. അതെങ്ങനെയാന്ന് പറഞ്ഞു. നീ ആദ്യം ചെയ്യ, അപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ കാക്ക തൂറുവശം ഇയാള് അയ്യേ നോക്കിയ വശം മറ്റേ ഞാൻ അച്ഛൻ പണ്ടൊരു കഥ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛൻ സതീ കൃഷ്ണ പാവം പറമ്പിൽ പണിയെടുക്കുകയാണെങ്കിലും അടുപ്പിലെ കാര്യം അതിലേക്കാണ് ശ്രദ്ധ. അത് ചൂടാനിരിക്കാനൊന്നും ഒരു മടിയുമില്ല. ശരി തന്നെയാണ്. അടുത്തത് ശ്രീജ ഗിരീഷ്. കുട്ടിക്കാലത്ത് കഞ്ഞിയും കറിയും വെച്ച് കഴിച്ചിരുന്ന ഓർമ്മ വരുന്നു. ഇങ്ങനെ തൊടിയിൽ വെച്ചും വിളമ്പിയും കഴിച്ചും ഇരിക്കാൻ നല്ല രസമാണ്. ഏറ്റവും രസമായിട്ടുള്ള ഒരു അനുഭവമാണ് അത്. നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് മാറാണ് അവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഓരോന്നും ചെയ്തിട്ടേ നല്ല രസം. അവിടെ കാറ്റ് നല്ല ഇളം കാറ്റ് ഇതൊക്കെ. പിന്നെ ഇങ്ങനെ ഓരോരുത്തർ വരാണെങ്കിൽ ഭയങ്കര രസമായി. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇപ്പൊ ഖത്തറിന്നൊരു ഇവര് വന്നു. പക്ഷെ അവർ നേരം വൈകിയാലും അവരും കൂടി അങ്ങോട്ട് ക്ഷണിക്കാമായിരുന്നു അവിടേക്ക്. അടുത്തത് മമ്മി പ്രേമഗീത് എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു പാട്ടുകാരനാണ് ആള്, ഗായകൻ. നല്ല പാട്ടൊക്കെ പാടിപ്പിക്കായിരുന്നു. അതെ. ഇനി അടുത്ത വട്ടം നാട്ടിൽ വരുമ്പോൾ നമുക്ക് ചെയ്യാം. അടുത്ത് മമ്മി ആൻഡ് മീ. ഹായ് അജുവേട്ടാ, സരിതേച്ചി, ജഗ്ഗു. നല്ല ആയത്ത മര്യാദയുള്ള വീഡിയോ. ആർക്കാണ് ഇത്ര ഭാഗ്യം കിട്ടുക? നല്ല വിശാലമായ പറമ്പിൽ കാറ്റും കൊണ്ടിരുന്നുള്ള അതിഥി സൽക്കാരം. നല്ല തൊണ്ടഭാഗ്യമുള്ള ആളാണ് എന്തായാലും വന്നത്. ഇപ്പോൾ കുക്കിംഗ് സരിതേച്ചിയും പറമ്പിലെ പണി അജുവേട്ടനും ആയി അല്ലേ? അടിപൊളി. സ്നേഹത്തോടെ ടിനു തോമസ്. അതന്നെ. അല്ലെങ്കിൽ എനിക്ക് അവിടെ മാറി ഇങ്ങനെ നിന്നാൽ മതിയായിരുന്നു. ചേട്ടൻ ചെയ്തേനെ. ഇപ്പോൾ അല്ല, ഞാൻ ചെയ്യാൻ നിൽക്കുകയാണെങ്കിലും ചേട്ടൻ അവിടെ കളയ്ക്കാൻ നിൽക്കാൻ സമാധാനമില്ല. ഇടയ്ക്ക് വരും. അത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരാഴ്ച എന്തെങ്കിലും പറമ്പിനൊന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാ വിത്തുകൾ നട്ട് കഴിഞ്ഞു. ഒരുവിധം നട്ട് കഴിഞ്ഞു. അത് ചെയ്യുന്നവരെ നല്ല പണി തന്നെയാണ്. വീഡിയോ എടുക്കുമ്പോൾ മാത്രമല്ല കേട്ടാ, ഇന്ന് കാലത്തൊക്കെ എല്ലാ ദിവസം കാലത്ത് എണീക്കുമ്പോഴേക്കും അങ്ങോട്ട് പോകും. അപ്പോൾ പറമ്പ് ഒരുവിധം കഴിഞ്ഞു തുടങ്ങി. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നുമില്ല. പിന്നെ നമുക്ക് പരിപാലിച്ചു കൊണ്ടുപോയാൽ മതി. പിന്നെ പണിയില്ല. അപ്പോൾ പിന്നെ ചേട്ടൻ ഉണ്ടാവും. അടുത്ത് രാജേഷ് കൊച്ചുമോൻ. അജുവേട്ടൻ്റെ വീഡിയോ കണ്ട് കൃഷി ചെയ്യാൻ ആഗ്രഹം. നല്ല കാര്യമാണ്. ചെറുതായിട്ട് ചെയ്താൽ മതി. ഭയങ്കര ഇതിൽ ചെയ്യാണ്ടേ. ഭയങ്കര ഒരു ഇതിൽ നമ്മൾ കളക്കലും കൊത്തലും നമ്മൾ ചെയ്യാത്ത പണി ഇങ്ങോട്ട് പെട്ടെന്ന് ചെയ്യുമ്പോൾ നമുക്ക് വയ്യാണ്ടാവും. നമ്മളത് അവിടെ ഇടും. ഇത്തിരീശായിട്ട് ചെറുതായിട്ടൊക്കെ ചെയ്തു പോവാണെങ്കിൽ പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ഫലം കിട്ടില്ലേ? അപ്പൊ ഒരു ഭയങ്കര സന്തോഷം. ആരെയും പറയണേ, ഒരു പണിയും ചെയ്യാത്ത ഞാൻ. അടുത്തത് ലീന പി ആർ. നിങ്ങളെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് മക്കളെ. ജഗ്ഗുകൂട്ടൻ്റെ നിഷ്കളങ്കമായ ചിരി സൂപ്പർ. അടയിൽ കുറച്ച് ഏലക്കായും കൂടി ചേർത്തിരുന്നാൽ ഇരട്ടി മധുരമായേനെ. സന്തോഷം. നമ്മള് എന്ന് പറഞ്ഞാ അരിപ്പൊടി ഇല്ല, അടയുണ്ടാക്കാനായിട്ട് പൊടി കുഴക്കണേല് ജീരകം. ജീരകടും. അല്ല, എന്റെ വീട്ടില് ചെയ്യില്ല. ഇവിടെ ആൻലൻ ചേട്ടൻ്റെ അവിടെ വന്നപ്പോഴാണ് ഞാൻ അത് കാണണേ. അവിടെ വീട്ടിലച്ഛന് അമ്മയ്ക്കും ജീരകം കടിക്കില്ലേ, അത് ഇഷ്ടമല്ല. അത് കാരണം അടയില് പുട്ടില് ഒന്നും. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് പുട്ടിലിന്റെ പൊടി നനയ്ക്കണേലും അടയിലൊക്കെ ഇടുന്നത് കാണുന്ന ജീരകം. എനിക്ക് പറഞ്ഞ ജീരകം അത് ഇഷ്ടമില്ലേ, കടിക്കണം. നല്ലതാണ് ശരീരത്തിൽ ജീരകം. അടുത്തത് രാധാമണി ശശിധർ. ഒരാളെ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞപ്പോൾ സരിത പേടിച്ചു. പാവം, നട്ടു എന്ന് പറഞ്ഞാൽ പോരായിരുന്നു അജു. രണ്ടുപേരുടെ സംസാരം കേൾക്കാൻ നല്ല രസമാണ്. അതന്നെ. ഒരാളെ കുഴിച്ചിട്ടു എന്ന്. അടുത്തത് സിജി രാജേഷ്. അവിടെ ആർക്കും ശല്യമില്ലാതെ ആർത്തലച്ച് നിൽക്കുന്ന ചുണ്ടങ്ങിയെ മാന്താൻ ചെന്നിട്ടല്ലേ അത് തിരിച്ച് മാന്തിയത്. ഞാൻ വിചാരിച്ചുള്ളത് സരിത കണ്ടെങ്കിൽ വേണ്ടെന്ന് പറയുന്നത്. അതിന്റെ ആ തർക്കമൊക്കെ ഞങ്ങളുടെ മുന്നേ കഴിഞ്ഞതാ. പിന്നെ ഞാൻ അതുകൊണ്ട് പിന്നെ ആ വസ്തിക്ക് പോയില്ല. പിന്നെ രണ്ടാമത്തെ ആണ് ഞാൻ അങ്ങോട്ട് വന്നേ എടുക്കാൻ പോയപ്പോൾ. ആര് കേൾക്കാൻ? ഒരാളെ കുഴിച്ചിട്ടിട്ട് ഒരാളുടെ ചിതാഭസ്മം കൊണ്ട് പോയപ്പോഴേ അജു ഏട്ടന് സമാധാനം കിട്ടിയുള്ളൂ. ഞാൻ വരാറായോ എന്ന് സരിത ചോദിച്ചപ്പോൾ പണ്ട് സ്കൂളിൽ നാടക റിഹേഴ്സൽ ചെയ്യുന്നത് ഓർമ്മ വന്നു. അടുത്തത് ദീപ മനോജ്. എന്നും വീഡിയോ കാണും, കമന്റ് ഇടണം എന്നൊക്കെ വിചാരിക്കും, പക്ഷേ എന്തോ ഇതുവരെ ഇട്ടിട്ടില്ല. നിങ്ങളുടെ വീഡിയോ കാണുന്നത് മനസ്സിന് ഒരുപാട് സന്തോഷമാണ്. എനിക്ക് ഇങ്ങനെ നാട്ടിൽ ജീവിക്കാനാണ് ഇഷ്ടം, പക്ഷെ വിധി ഒരു പ്രവാസിയാകാൻ വിധിച്ചു. അങ്ങനെ പോകുന്നു. ഇന്ന് ഈ കമന്റ് ഇടാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഞാൻ മാൾട്ടയിലാണ്. ഇവിടെ വാഴയില കിട്ടാനുള്ള സാധ്യത കുറവാണ്.
ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ ഓപ്പോസിറ്റ് ഒരു മാൾട്ടീസ് പ്രായം ചെന്നൊരു അമ്മൂമ്മ ഉണ്ട്. അവരുടെ ബാൽക്കണിയിൽ ഒരു വാഴ കാണാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. അതിൻ്റെ ഇല കാണുമ്പോൾ എല്ലാം അട കഴിക്കാൻ കൊതി വരും. അവർ ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ടാണ് അതിനെ കാണുന്നത്. നമ്മുടെ നാട്ടിലെ പഴമല്ല, എന്നാലും വാഴയില സെയിമാണ്. എവിടെ നിന്ന് വാങ്ങിയെന്നറിയാൻ പോയി ചോദിച്ചു. അപ്പോൾ എനിക്ക് അവർ വാഴയില തന്നു. അതിൽ വെച്ച് ഞാൻ അട ഉണ്ടാക്കി ഇന്ന് കഴിച്ചു. വീഡിയോ കണ്ടപ്പോൾ എന്തോ ഒരു ഇരട്ടി സന്തോഷം. കുറേ കാലത്തിട്ട് അട കഴിക്കാനുള്ള ആഗ്രഹത്തിൽ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് ആഗ്രഹം, ഒരുപാട് ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് എനിക്ക്. 3 പേർക്കും നന്മകൾ ഉണ്ടാവട്ടെ. പക്ഷേ നമ്മളെ വാഴയല്ലല്ലോ, അത് വേറൊരു ഓർണമെന്റൽ പ്ലാന്റ് അല്ലേ. അതിൻ്റെയൊക്കെ എല്ലാം നമുക്ക് ധൈര്യമായിട്ട് അതിൽ കഴിക്കാൻ പാടും അല്ലേ ചിലപ്പോൾ. പിന്നെ അത് മാത്രല്ല, നമ്മുടെ വാഴലേര മണം ഒരു വേറെ അല്ലേ, ആ മണം ഈ അടയിലേക്ക് കിട്ടില്ലോ, അത് ആ ഇലക്ക് കിട്ടുക പോലെ. എന്തിട്ടായാലും നമുക്ക് കാണുമ്പോ അടാ സമാധാനിച്ച് കഴിക്കാം തന്നെ. അടുത്തത് ഉഷ. ഹനുമാൻ മരുത്തോമല കൊണ്ടുവരുന്നത് പോലെയാണ് തോന്നിയത്. ഹനുമാൻ വിളിച്ചു, അത് കുഴപ്പമില്ല. അല്ല ഞാൻ വെറുതെ പറഞ്ഞതാ, മറ്റേ കല്യാണരാമനില് പറയില്ലേ. അടുത്തത് ലീന രാധാകൃഷ്ണൻ. ഇതിപ്പോ വേര് വന്നോ എന്ന് പണ്ട് കുട്ടികൾ പറിച്ചു നോക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അത് ശരി, ഒരു വട്ടം ഒരു സ്ഥലത്ത് നിന്ന് പറിച്ച് വേറെ സ്ഥലത്ത്, പിന്നെ അവിടെ നിന്ന് വേര് വന്നോ എന്ന് അറിയാൻ വേണ്ടിട്ട്. പണ്ടാച്ചൻ പറഞ്ഞിട്ട് തൃക്കൂര് ഒരാളുണ്ടായിരുന്നു. ആള് തെങ്ങ് തൈ ആദ്യമായിട്ട് ബ്ലോക്ക് ചെയ്യുന്നതാണ് പണ്ട് കിട്ടി. അപ്പോൾ ആ തെങ്ങ് തൈ ആള് കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് വൈകുന്നേരം വാറാകുമ്പോൾ അത് കള്ളന്മാരെ കൊണ്ടുപോകാൻ പാടില്ലല്ലോ, അത് പറിച്ച് കൊണ്ടുപോയി അകത്ത് കൊണ്ടു വെച്ചു. നേരം വെളുക്കുമ്പോൾ ആൾ കുഴിച്ചിട്ടു. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ കൊണ്ടുവന്നകത്ത് വെച്ച് ഇങ്ങനെ കുറേ ദിവസം ചെയ്തു. അപ്പോൾ ആരോട് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ അത് അവിടെ തന്നെ ആളെന്താരും ഇത് അത്രയും ബ്ലോക്ക് ചെയ്യുന്നത് തെങ്ങ് തൈ കിട്ടാന്ന് പറഞ്ഞ് വലിയ കാര്യമായിരുന്നു ഒന്ന്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുണ്ട്. അടുത്തത് തലേബ് റോയ് പ്രണത. ഒരു 5 പൈസയ്ക്ക് ഉപകാരമില്ലാത്ത ചുണ്ടങ്ങ മരത്തിനെ ഉണ്ടാക്കാൻ ഇത്രയും കഷ്ടപ്പെടണോ? ഈ ചുണ്ടങ്ങ കൊണ്ട് എന്നാ മാങ്ങാത്തൊലി ചെയ്യാനാ? ഈ വിഡ്ഢിക്ക് കുറച്ച് വിവരം കൊടുക്കണേ പള്ളിയിലച്ചോ. ചുണ്ടങ്ങ എന്തോരം ഗുണങ്ങളുള്ള സാധനമാണെന്ന് അറിയുമോ? നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിനെ കുറിച്ച് അറിയില്ലേ. ശരിക്കും തമിഴ്നാട്ടിലാണ് ചുണ്ടങ്ങ, മണിത്തക്കാളി, അതുപോലെ മറ്റേ വേറെന്തൊരു സാധനമാണ് മണിത്തക്കാളി, പിന്നെ ചുണ്ടങ്ങ, പിന്നെ എന്തിട്ടായിരുന്നു അതുപോലെ അന്ന് കുമാരിച്ചു എന്ന് പറഞ്ഞ എന്തോരം ഇതിനാ ഗുണമുള്ള. അടുത്ത ഷാജി ഫിലിപ്പ്. അജു ഇപ്പോൾ കുഞ്ഞു കുട്ടിയായി, അടയും തിന്ന് ഊഞ്ഞാലാടി, എന്താ രസം. അടുത്തത് നിഹാൽ കൃഷ്ണ കെ. ആ സ്റ്റൂള് പ്രതീഷിന് കൊടുത്തപ്പോൾ മിസ്റ്റർ ബട്ട്ലറിൽ ദിലീപ് ലിഫ്റ്റിൽ കുടുങ്ങിയ സീൻ ഓർമ്മ വന്നു. അതെന്തത്? അതോ തമ്മിൽ എന്തിട്ട് ബന്ധം? മറുപടി പറഞ്ഞോളൂ. ഡാലിയ ദിവാകരൻ. സരിത, ഞാൻ ഒരാളെ കുഴിച്ചിട്ടു, ഇനി അടുത്ത ആളെ കൊണ്ടുവരാൻ പോവാണ്, ചിരിച്ചു ചത്തു. അല്ല, അതിലൊരു സ്റ്റൂള് വെക്കണ്ടല്ലോ മിസ്റ്റർ ബട്ട്ലറില്, അതായിരിക്കും ഓർമ്മ എന്ന് പറഞ്ഞു. ഒരാളെ കുഴിച്ചിട്ടു അത് നമ്മൾ പറഞ്ഞു. അടുത്തത് സൂപ്പർ വീഡിയോ, ഒരുപാട് ചിരിച്ചു. നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രം. എൻ്റെ കമൻറ്റ് വായിക്കുമോ? ഐ ആം ഗംഗ ഫ്രം മുംബൈ. വായിച്ചു. ഗംഗ ഫ്രം UK ഒരു പെൺകുട്ടി കമൻറ്റ് ഇടാറുണ്ടായിരുന്നു ഇല്ലേ? ഇപ്പം കാണാറില്ല. ചിലവരൊക്കെ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കണവരെ കാണാണ്ടാവുമ്പോൾ ഞങ്ങൾക്ക് വിഷമം തോന്നും. ചിലപ്പോൾ നമ്മളുടെ വീഡിയോ കാണൽ നിർത്തിയിട്ടുണ്ടാവും. വേറെ ചാനലുകൾ വേറെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. കുറച്ച് നാൾ കഴിയുമ്പോൾ മടുക്കും, നമുക്ക് നമ്മളെ ബോറടിക്കുന്നുണ്ടാവും. അപ്പോൾ വേറെ ആ വീഡിയോകൾ കാണുന്നുണ്ടാവും. അതുകൊണ്ടാവാം ഇടാത്തത്. അതുകൊണ്ടായാൽ മതി, അപ്പോൾ കുഴപ്പമില്ല. അതല്ലാണ്ട് വേറെ അസുഖങ്ങൾ വന്നിട്ടോ വേറെ എന്തെങ്കിലും ആയിട്ടോ അങ്ങനെ കമൻ്റ് ഇടാണ്ട അങ്ങനെ ആവല്ലേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. സ്ഥിരമായിട്ട് ഇങ്ങനെ വായിച്ചപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ വായിച്ചു തുടങ്ങുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അവരൊന്നും ഇപ്പം കാണാനില്ല. പബ്ലിക് റിപ്പോർട്ടർ PC, റിയാസ്, നല്ല കോമഡി കമന്റുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അവരൊന്നും ഇപ്പം കാണുന്നില്ല. അപ്പോൾ നിർത്താം അല്ലേ? അപ്പോൾ നമുക്ക് നിർത്താം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.